മഴ രാവിലെ തുടങ്ങി. തെരഞ്ഞെടുപ്പ് ആരംഭിച്ചപ്പോൾ മഴ, കൊട്ടിക്കലാശത്തിന് മഴ, ഇപ്പോഴും മഴ ഒരു തടസ്സമായി മാറും. എന്ത് മഴയുണ്ടാലും ഈ പ്രാവശ്യം അതിനൊക്കെ നേരിട്ട് കൊണ്ട് വോട്ടർമാർ ബൂത്തിലെത്തും. കാരണം ഇത് ഈ ഒരു ബൈ ഇലക്ഷന് ഇത്ര വലിയ ഭൂരിപക്ഷത്തിന് ഭരിക്കുന്ന ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള ഒരു അക്കാല തെരഞ്ഞെടുപ്പ് ഒന്നുമല്ല. പക്ഷെ എന്തുകൊണ്ട് നിലമ്പൂർ ഇങ്ങനെയായി നിങ്ങളിലൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തു. കാരണം അത് കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പായതുകൊണ്ട് അപ്പം അതിന് അരയും തലയും മുറിക്കുന്ന മാതിരി ഏത് മഴയും കൊടുങ്കാറ്റൊക്കെ അതിജീവിച്ചുകൊണ്ട് ജനങ്ങൾ വന്ന് വോട്ട് ചെയ്യും. കാരണം അവർക്ക് ചെയ്യാതെ പറ്റുള്ളൂ ഈ അവസരം കിട്ടിയാൽ. ഈ ഗവൺമെന്റ് ഇതിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് അവർക്ക് ആദ്യത്തെ അവസരമാണ് കിട്ടുന്നത്. അപ്പോൾ അവർ ശരിക്കും ഉപയോഗപ്പെടുത്തുമ്പോൾ ഏത് മഴയൊക്കെ ഇടക്കുന്നതും കൂടുതലുണ്ടാവും. അതൊന്നും വലിയൊരു തെരഞ്ഞെടുപ്പിന്റെ ശതമാനത്തെ ബാധിക്കുകയില്ലെന്നാണ് നിലമ്പൂരിന്റെ ഈ കഴിഞ്ഞ ദിവസത്തെ ജനങ്ങളുടെ ആവേശം കാണുമ്പോൾ തോന്നുന്നത്. ഇതിപ്പോ LDF UDF മാത്രമല്ല, PV അൻവറിന്റെ ഒരു സാന്നിധ്യം കൂടെ ഉണ്ട് തെരഞ്ഞെടുപ്പിൽ. അദ്ദേഹം കഴിഞ്ഞ 2 വട്ടമായി ഇവിടുത്തെ MLA ആണ്. അതെങ്ങനെ സ്വാധീനിക്കും ഈ തെരഞ്ഞെടുപ്പിൽ? അത് LDFന്റെ ഒരു സ്വതന്ത്ര MLA ആയിട്ടുള്ള മത്സരിച്ചു. സ്വാഭാവികമായിട്ട് അവരെ വോട്ടല്ല, അതിൽ അസംതൃപ്തരായ ധാരാളം ആൾക്കാരുണ്ടാവുമല്ലോ. എന്തിനാ ഒരു MLA ആയ അൻവർ എന്തുകൊണ്ട് ഭരണമുന്നണിയിൽ നിന്ന് പോകുന്നു? അപ്പൊ അത് ഒരു റെപ്രസെന്റേഷനാണ് അവിടെയുള്ള അസംതൃപ്തരുടെ. അപ്പൊ ആ വോട്ട് തീർച്ചയായിട്ടും പ്രതിഫലിക്കുമല്ലോ. അത് കാണിച്ചു കൊടുക്കാനാണല്ലോ നിൽക്കണേ. എനിക്ക് വോട്ടുണ്ട്, എനിക്ക് ഇത് LDFന് തോൽപ്പിക്കാൻ സാധിക്കുന്ന അതിലപ്പുറമുള്ള വോട്ടുണ്ട് എന്ന് കാണിക്കുന്നതാണ് അൻവറിന്റെ ശൈലിയോ അഥവാ തീരുമാനം. അപ്പൊ അൻവറിന് എത്രത്തോളം വോട്ട് അസംതൃപ്തരായ ധാരാളം ആൾക്കാരില്ലേ, അപ്പൊ അവരുടെ വോട്ട് കിട്ടുന്നില്ല കാര്യം ഉറപ്പല്ല. അപ്പൊ അത് കാണിച്ചു കൊടുക്കാമല്ലോ. ഇതൊക്കെ LDFന് കിട്ടേണ്ട വോട്ടായിരുന്നു എന്നുള്ളത്. ഈ അൻവറിന് കിട്ടുന്ന വോട്ടുകൾ LDFന്റെ കുറയുന്നതാണ്. ഒരു 10-20,000 വോട്ട് അൻവർ പിടിക്കുകയാണെങ്കിൽ അത് UDFൽ നിന്ന് ചോരില്ല എന്ന് തന്നെയാണ്. ചോരും കുറച്ചൊക്കെ പോയിരിക്കും, ഞാൻ ഇല്ലാന്ന് 100%. പക്ഷെ മേജർ പെർസെന്റേജ് 70-80% ഇടതുപക്ഷത്തിന്റെയോ അല്ലെങ്കിൽ ഈ ഒരു അരാഷ്ട്രീയ ബോധമുള്ള കുറെ ആൾക്കാർ രണ്ടും കണക്കാണ് എന്ന് പറയുന്നത്. അവരുടെ വോട്ട് കിട്ടും. വോട്ട് കിട്ടില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ ആ വോട്ട് UDFന് ഗുണകരമാകുമെന്നാണ് എന്റെ കണക്ക്. ഈ അൻവർ നിങ്ങളുടെ പാളയത്തിൽ ഉണ്ടായിരുന്ന ആളാണ് പണ്ട്. അദ്ദേഹം കോൺഗ്രസിലെ വോട്ടുകൾ കൂടി സമാഹരിച്ചാണ് ജയിച്ചത്. കാരണം നിലമ്പൂർ ഒരു സ്ട്രോങ് ഹോൾഡ് UDF കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അപ്പം ആ വോട്ടുകൾ തിരിച്ച് നിങ്ങൾക്ക് തന്നെ കിട്ടുമെന്നാണ് പ്രതീക്ഷ. അല്ല, അങ്ങനെയാണെങ്കിൽ അന്ന് അൻവറിന് വോട്ട് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് ആ വോട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇപ്രാവശ്യം അൻവർ ജയിക്കുന്ന ആരും പറയുന്നില്ലല്ലോ. അപ്പൊ അവരെ വോട്ട് പാഴാക്കി കളയാൻ അവർ തയ്യാറാവുമോ? അതുകൊണ്ട് അൻവർ പിടിക്കുന്ന വോട്ടുകൾ UDFന് തന്നെ ഗുണകരമാണ്. തീർച്ചയായും അദ്ദേഹം പറയുന്നത് അൻവർ വോട്ട് പിടിച്ചാലും അത് UDFന്റെ സാധ്യതകളെ ഒരു തരത്തിലും ബാധിക്കില്ല. LDFന്റെ വോട്ടുകളാണ് ആ വശത്തു നിന്നും ഒഴുകുക എന്നാണ് വ്യക്തമാക്കുന്നത്.